ഇന്ന് ടേസ്റ്റി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പി നോക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. അതിനുവേണ്ടി ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ചക്കയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ വരട്ടി വെച്ച ചക്കയാണ് ചേർത്തിട്ടുള്ളത്. നമ്മുടെ സാധാ പഴുത്ത ചക്കയാണെങ്കിൽ നമുക്കിതുപോലെ ഒന്ന് മിക്സിയിൽ അടിച്ച് ജസ്റ്റ് ഒന്ന് വരട്ടിയെടുത്ത ശേഷം നമുക്കതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കണം. ഞാനിതിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചതായതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്ത് ഒന്ന് മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് കൊടുത്ത ശേഷം 1 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചത്, ആവശ്യത്തിനുള്ള ഉപ്പ്, ജീരകം, കുറച്ച് തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്കിതിൽ മധുരത്തിന് ആവശ്യമായ ശർക്കരപ്പാനിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ശർക്കരപ്പാനി കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് ചേർത്ത് കൊടുത്ത് നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി ഒന്നുകൂടി നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതത് ബോൾസാക്കി എടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടും വളരെ എളുപ്പത്തിലും തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ചക്ക സീസണിലെല്ലാം നമ്മൾ ചക്ക വരട്ടി ഫ്രീസറിലെല്ലാം സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. നല്ല ചൂടുള്ള കട്ടൻ ചായയുടെ കൂടെ അടിപൊളി ടേസ്റ്റാണ്. ഇനി നമുക്കതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ 4 മണി പലഹാരം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.